നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നേതാക്കൾ ജനങ്ങളെ കബളിപ്പിക്കുന്നു. കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്ന LDF സർക്കാരിന് ഇന്ന് കടം വാങ്ങാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയെന്നും വിമർശനം. ബി.ജെ.പി. മെമ്പർഷിപ്പ് സ്വീകരിച്ചത് സ്ഥിരീകരിച്ച് മറിയക്കുട്ടി. ബി.ജെ.പിയിലേക്ക് വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. കുടുംബം ഒന്നായി ബി.ജെ.പിക്കൊപ്പം പ്രവർത്തിക്കും. കൂടുതൽ ആളുകളും ഒപ്പമുണ്ടാകുമെന്നും മറിയക്കുട്ടി. അതേസമയം മറിയക്കുട്ടിയെ പരിഹസിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ദേശീയപാത തകർന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. നല്ല പദ്ധതി വരുമ്പോൾ തങ്ങളുടേതാണെന്നും കുഴപ്പമുണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെതാണെന്നും പറയുന്നത് അവസരവാദം. എന്താണ് സംഭവിച്ചതെന്ന് ദേശീയപാത അധികൃതർ അന്വേഷിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ. ആദിവാസി മേഖലയായ കാഞ്ചിയാർ കോവിൽമല പാമ്പാടിക്കുഴിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തി. കാട്ടാന നാശം വരുത്തിയത് മേഖലയിലെ 6ഓളം കുടുംബങ്ങളുടെ കൃഷിയിടങ്ങളിൽ. മുരിക്കാശ്ശേരിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൂട്ടിൽ കെട്ടിയിട്ടിരുന്ന ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടിയിൽ റേഷൻ കട തകർന്നു. വിശദമായ വാർത്തകൾ. മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ബി.ജെ.പി. ഇടുക്കി സൗത്ത് വികസിത കേരളം കൺവെൻഷൻ കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നേതാക്കൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വികസിത കേരളം എന്നാൽ 3.5 കോടിയോളം മലയാളികളുടെ വികസനമാണ്. 2004 മുതൽ 2014 വരെ 10 വർഷം കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചു. അന്ന് കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാരുണ്ടായിട്ടും എന്ത് ഗുണമാണുണ്ടായത്? കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്ന LDF സർക്കാരിന് ഇന്ന് കടം വാങ്ങാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും സ്റ്റാലിനും ഒരുമിച്ചിരുന്ന ചായയും പരിപ്പുവടയും കഴിച്ച് പിരിയുകയാണ് ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഈ നേതാക്കന്മാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സ്റ്റാലിൻ ആണ് മുഖ്യമന്ത്രി തമിഴ്നാടിൽ. രാഹുൽ ഗാന്ധിയും പിണറായി വിജയൻജിയും സ്റ്റാലിനും എത്രയോ തവണ ഡൽഹിയിൽ ഇരുന്ന് പരിപ്പ് വടയും ചായ കുടിച്ച് ഇന്ത്യ അലയൻസ് എന്നും പറഞ്ഞ് അവരെന്താണ് ഇത് പരിഹരിക്കാത്തത്? അവര് 3 ആൾക്കാർ ഇരിക്കുന്നില്ലേ? രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട്, സ്റ്റാലിൻ ഇരിക്കുന്നുണ്ട്. ആ പരിപ്പ് വടയും ചായ ഇത്ര തവണ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഈ മുല്ലപ്പെരിയാറിന്റെ പരിഹാരം എടുക്കാൻ എന്താണ് ചെയ്യാതെ? ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ 9 കൊല്ലം ജനങ്ങളെ വിശ്വസിച്ച് ഒരു അവസരം കൊടുത്തു LDF ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി CPM. ഇവിടെ എന്താ നടന്നത്? ജനങ്ങളെ വിശ്വസിച്ചു. പാവപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നെല്ലാം പറഞ്ഞ ഒരു വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിശ്വസിച്ചു അവസരം കൊടുത്തു. എന്താ ഇവിടെ നടന്നത്? 9 കൊല്ലം കഴിഞ്ഞ് ഇവിടെ കടം വാങ്ങാണ്ട് ഈ സർക്കാരിന് ഒരു ഇഞ്ചി പോകാൻ പറ്റില്ല. അതാണ് സ്ഥിതി. ജനങ്ങൾക്കായി ഒരു പദ്ധതിയും നടപ്പിലാക്കാതെ കേന്ദ്രം നടപ്പിലാക്കിയ പദ്ധതികൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയാണ് മുഖ്യമന്ത്രിയെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. പരിപാടിയിൽ ബി.ജെ.പി. ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് അധ്യക്ഷനായിരുന്നു. നിരവധി നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ബി.ജെ.പി. മെമ്പർഷിപ്പ് സ്വീകരിച്ചത് സ്ഥിരീകരിച്ച് മറിയക്കുട്ടി. ബി.ജെ.പിയിലേക്ക് വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. കുടുംബം ഒന്നായി ബി.ജെ.പിക്കൊപ്പം പ്രവർത്തിക്കും. കൂടുതൽ ആളുകളും ഒപ്പമുണ്ടാവും. കോൺഗ്രസും CPM-ഉം തന്നെ വഞ്ചിച്ചു. നാട്ടുകാർ തന്ന പൈസ കോൺഗ്രസ് അടിച്ചുമാറ്റി. നാണം കെട്ടവരുടെ കൂടെ പോകാൻ സൗകര്യമില്ലെന്നും മറിയക്കുട്ടി തൊടുപുഴയിൽ പറഞ്ഞു. ഞാൻ പറയണ്ടേ, നമ്മളൊരു പാർട്ടി ഇരിക്കുന്നവർക്ക് നമ്മളെ കുഴിച്ചേക്കാക്കി അവർ പറയുമ്പോൾ കേൾക്കൊന്നും വേണ്ട. ആണോ? ഒരു പാർട്ടി ഇരിക്കണമെങ്കിൽ ജീൻസ് എന്ന് പറഞ്ഞാൽ അവൻ 2 പ്രാവശ്യം ചെയ്തു 10 കൊല്ലം നിന്ന് ഒരു മുട്ടുസൂചിയുടെ വേറെ എനിക്ക് ഉണ്ടായിട്ടില്ല. നാട്ടുകാർ വന്ന കാശ് അവനില്ലാതെ എൻ്റെ വീട് ഉദ്ഘാടനം സതീശനാണ് വന്നില്ല. ജീൻസിന്റെ വീട്ടിൽ വന്നേച്ചു പോയി. എൻ്റെ വീട്ടിലല്ല വരണ്ട, കോൺഗ്രസ് എൻ്റെ വീടല്ലേ വന്നത്. സതീശന്റെ വീട് അല്ല, ജീൻസിന്റെ വീട്ടിൽ ആണോ വരേണ്ടത്? എൻ്റെ വീട്ടിലല്ലേ വന്നത്. അപ്പോഴും നാണം കെട്ടതിൻ്റെ കൂടെ എനിക്ക് സൗകര്യം അത്രേ ഉള്ളൂ. എനിക്ക് സുരേഷ് ഗോപി എന്നെ വലിയ ആളാക്കിയത്, കോൺഗ്രസ് ഒന്നും അല്ല. അതാണ് ഞാൻ BJPയുടെ കൂടെ പോണത്. സുരേഷ് ഗോപി എന്നെ വലിയ ആളാക്കി.
അത് തന്നെയല്ല എവിടെ ചെന്നാലും മുരിക്കാശ്ശേരി ചെന്ന് രാജകുമാരി ചെന്ന് തൊടുപുഴ ചെന്ന് ഏത് രാജ്യത്ത് ചെന്നാലും BJP-ക്കാർ എന്നാ കണ്ട് ഓടി വരും. കോൺഗ്രസ്സുകാർ ഒറ്റെണ്ണം ഇന്ത്യയിലാ ഇതുവരെ ഒരു ആപത്തിനും അവരെ കിട്ടിയിട്ടില്ല. എന്നാന്ന് ചോദിക്കാം അവർ വന്നിട്ട് കോൺഗ്രസിന്റെയും BJP-യും പൊടി പിടിക്കുമെന്ന് ചോദിച്ചു. എന്നെ കൊല്ലാനായിട്ട് ഓടി വന്ന് എന്നെ തടഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ പോലീസിൽ പരാതി കൊടുത്തു. ആ പോലീസുകാർ കോടതിയിൽ കൊടുത്തു. ഞാൻ ദൈവത്തിൽ വന്ന് കോൺഗ്രസ്സുകാരോട് ചെന്ന് തിരിഞ്ഞു നോക്കിയില്ല. എന്നാന്ന് ചോദിച്ചില്ല. പിന്നെ എന്തിനാ ഇല്ലാത്തവരെ എന്തിനാ നമുക്ക് സുരേഷ് ഗോപി വന്നേച്ച് പോയപ്പോൾ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. ഈ കോൺഗ്രസ്സുകാർ തങ്ങളി പട്ടിയുടെ കൂട്ട് കളിയല്ലേ, അതുമ്പിളി കളിക്കണ കളി എന്നാ ഡാൻസല്ലേ കളി. ഈ സതീശനൊക്കെ എന്നാ കളിക്കണേ പൊതിയനൊക്കെ ഒരു ഉപകാരവും ഇല്ല. ആരാ അതുമ്പിളി കിടന്ന് തെറിക്കണ്ടോ? എനക്ക് എന്നാ ഉപകാരം ഒരു കല്ല് ഉപ്പിന് ഉപകാരം ഉണ്ടോ ഇവരെ കൊണ്ട്? ഞങ്ങൾക്ക് അസംബ്ലി കിടന്ന് കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളുടെ പാത്രത്തിൽ കഞ്ഞി ഉണ്ടാവില്ല. BJP എന്നെ വിളിച്ചില്ല. ഞാൻ സ്വന്തം ഇഷ്ടമാണ് വന്നത്. അവര് വിളിച്ചില്ല, അന്നും വിളിച്ചില്ല. എൻ്റെ സ്വന്തം ഇഷ്ടത്താണ്. എൻ്റെ പിള്ളേരും ഉണ്ടാവും, ഞാനും ഉണ്ടാവും, എൻ്റെ അയലത്തൊക്കെ ഒരു 5-8 പേരും ഉണ്ടാവും. കുറച്ച് വോട്ട് ഞാൻ കളയിപ്പിക്കുവരെ കോൺഗ്രസിൻ്റെ. സത്യമാണ്. അത് തന്നെയാണ് എൻ്റെ പ്ലാൻ. മറിയക്കുട്ടിയെ പരിഹസിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വീട് നിർമ്മിച്ചൊരു പാർട്ടി നൽകി. വീട്ടിലെ കിണറ്റിൽ ഒരു പൂച്ച വീണു. ആ പൂച്ചയെ എടുക്കാൻ വേറൊരു പാർട്ടി വന്നു. ഒടുക്കം വീട്ടുടമ ആ പാർട്ടിയിൽ ചേർന്ന പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നായിരുന്നു മറിയക്കുട്ടി BJP-യിൽ ചേർന്ന സംഭവത്തോട് KPCC പ്രസിഡന്റിന്റെ പ്രതികരണം. വീടില്ലാത്ത എല്ലാവർക്കും വീട് വേണമെന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. DCC പുനഃസംഘടന സമയത്ത് നടക്കുമെന്നും അദ്ദേഹം തൊടുപുഴയിൽ വ്യക്തമാക്കി. എന്നോട് ഒരാളൊരു പറഞ്ഞു ഓർമ്മിക്കുന്നത്, വീട് നിർമ്മിച്ചൊരു പാർട്ടി നൽകി, നന്നായിട്ട് ആ വീട്ടിൽ താമസമാക്കി. അത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കിണറ്റിലൊരു പൂച്ച എത്തും. ആ പൂച്ച എടുക്കാൻ വേറൊരു പാർട്ടിയാണ്. അവസാനം വീടിൻ്റെ ഉടമ ആ പാർട്ടി ചേർന്നു. പക്ഷേ ഈ കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അതിനുശേഷം പ്രതികരിച്ചിരിക്കുന്നത്. അവരുടെ ആപത്ഘട്ടത്തിലൊന്നും കോൺഗ്രസ് കൂടെ നിന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വിലയിരുത്തുക. ഈ DCC പുനഃസംഘടന അജണ്ടയിലേക്ക് എത്തിയിട്ടുണ്ടോ? അതിന്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടോ? സമയത്താണ്, തിരക്കില്ല. അല്ല, ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ DCC പ്രസിഡന്റ് മാറുമെന്ന ധാരണയിൽ ഒരുപാട് പേര് കോൺഗ്രസിൽ നല്ല യോഗ്യതയുള്ളവരുണ്ട്, ക്വാളിറ്റി ഉള്ളവരുണ്ട്, അർഹതയുള്ളവരുണ്ട്. എല്ലാവരെയും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതൊക്കെ സമയത്താണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അജണ്ടയിലുണ്ടോ പുനഃസംഘടന? തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പ്? അടുത്ത നിയമസഭ സമയത്ത് നടക്കും. ദേശീയപാത തകർന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. നല്ല പദ്ധതി വരുമ്പോൾ തങ്ങളുടേതാണെന്നും കുഴപ്പമുണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെതാണെന്നും പറയുന്നത് അവസരവാദമാണ്. എന്താണ് സംഭവിച്ചതെന്ന് ദേശീയപാത അധികൃതർ അന്വേഷിക്കും. കൂടുതൽ നടപടികളുണ്ടാകും. അടുത്ത ദിവസം സ്ഥലം സന്ദർശിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ കട്ടപ്പനയിൽ പറഞ്ഞു. ഇത് ഇങ്ങനെ ഒരു സെലക്റ്റീവ് അല്ലേ? ഇവർക്ക് വേണ്ട സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയും കേന്ദ്ര ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംസ്ഥാന സർക്കാരല്ലേ. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ രാഷ്ട്രീയം 24/7 ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് ഒരു സെൻസ് കാണുന്നില്ല. ഒരു ദിവസം അവർ പറഞ്ഞു ഹൈവേ ഞങ്ങൾ ചെയ്താണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അസംബ്ലിയിൽ പറഞ്ഞില്ല. ആകെ ഇവിടെ നടന്നൊരു ഹൈവേ ആണ്. അതിൻ്റെയും ക്രെഡിറ്റ് മരുമകൻ എടുക്കാൻ നോക്കുന്നു. അത് ചെയ്തത് NHA ആണ്. അത് ചെയ്തത് നരേന്ദ്രമോദിജിയും നിതിൻ ഗഡ്കരിജിയാണ്. NHA ഇതിൻ്റെ ഒരു പൂർണ്ണ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. NHA എത്രയോ ലക്ഷം കിലോമീറ്റർ ഗ്ലോബൽ ക്വാളിറ്റീൻ്റെ ഹൈവേ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ലോകത്തിൽ അറിഞ്ഞ ഒരു ഓർഗനൈസേഷനാണ്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. അതിൻ്റെ എന്തായിരുന്നു കാരണം? അത് കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആയിരുന്നോ, കോൺട്രാക്ടറിൻ്റെ തെറ്റായിരുന്നോ, അതിൻ്റെ സർവേൻ്റെ ആയിരുന്നോ, DPRൻ്റെ ആയിരുന്നോ, ഇത് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷേ ഇതിൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ കൈവിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു ഓപ്പർച്യൂണിസ്റ്റിക് പോളിറ്റിക്സാണ്. ഇവർ ചില ദിവസം അത് നമ്മളെ പ്രോജക്റ്റാണെന്ന് പറയും, മറ്റേ ദിവസം നമ്മുടെ പ്രോജക്റ്റ് അല്ലാന്നും പറയും. നാളെ വിഴിഞ്ഞിൽ എന്തെങ്കിലും നടന്നാൽ അവർ പറഞ്ഞ് വിഴിഞ്ഞ് ഞങ്ങളുടെ പ്രോജക്റ്റ് അല്ല, മറ്റേടത്ത് എന്തെങ്കിലും നടന്നാൽ അത് ഞങ്ങളുടെ പ്രോജക്റ്റ് അല്ല. അത് നടക്കുന്ന സമയത്ത് അത് ഞങ്ങളുടെ പ്രോജക്റ്റാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദിവാസി മേഖലയായ കാഞ്ചിയാർ കോവിൽമല പാമ്പാടിക്കുഴിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തി. മേഖലയിലെ 6ഓളം കുടുംബങ്ങളുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശം വരുത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിയത്.
PM ജോയി പേപ്പതിയിൽ, സാബു കൊല്ലാശ്ശേരി, ജയ തോമസ് ഈട്ടിക്കൽ, ബിന്ദു കുഴിക്കാത്തൊട്ടിയിൽ, നെല്ലരിയിൽ ജെയ്സൺ തോമസ്, തങ്കമ്മ കിണറ്റിങ്കൽ എന്നിവരുടെ കൃഷിയിടത്തിലും വീടുകൾക്കരികിലുമായാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാന എത്തിയത്. ഇവരുടെയെല്ലാം പ്രധാന ഉപജീവന മാർഗം ഏലം ഉൾപ്പെടെയുള്ള കൃഷിവിളകളാണ്. ഇവയെല്ലാം കാട്ടാന ചവിട്ടി നശിപ്പിച്ചു. വാഴ, തെങ്ങ് എന്നിവ പൂർണ്ണമായി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മേഖലയിൽ ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടിരുന്നു. ഈ സമയത്ത് വലിയ ശബ്ദം കേട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് ആനയെ കണ്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ജീവനെ ഭയന്ന് എന്ത് ചെയ്യണം എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. പെണ്ണുപിള്ള, ഞാൻ, 2 പിള്ളേരും പെരയ്ക്കകത്തേക്ക് കയറി. അവരോട് പറഞ്ഞാൽ അവർ ഭയന്നു പോകുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വരണ്ട് ശബ്ദം പോലും ഉണ്ടാക്കാതെ പെരയ്ക്കകത്ത് നിന്ന് ഉറങ്ങാതെ നേരം വെളുപ്പിച്ച് ഇത് വന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാകുന്നത്. സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ അധിവസിക്കുന്നതിൽ ഏറെയും. അടച്ചുറപ്പുള്ള ബലവത്തായ വീടുകൾ പോലും ഇവിടെയുള്ളവർക്കില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങളുടെ പ്രദേശത്തിന്റെ മുകൾ ഭാഗത്ത് കാട്ടാനകൾ എത്തിയിരുന്നെങ്കിലും ജനവാസ മേഖലയിലേക്ക് ഇത് ആദ്യമായാണ് ഇറങ്ങുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. വീടിന്റെ ഉള്ളറയിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അന്നേരം വെളിയിലിറങ്ങി നോക്കിയപ്പോൾ കാട്ടാനാണ് മനസ്സിലായി. ജീവനെ ഭയന്ന് പുറത്തിറങ്ങിയില്ല. ഞങ്ങളുടെ ചുറ്റുപാടുള്ള കൃഷികളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ജീവനിൽ ഭയന്നാണ് ഇവർ കഴിയുന്നത്. ചക്കയുടെ സീസൺ ആയതോടെ ഇത് ഭക്ഷിക്കാനാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്നാണ് വിവരം. ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. ആന ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇങ്ങനെ ആദ്യമായിട്ടാ, വർഷങ്ങൾക്ക് മുന്നേ എങ്ങാണ്ട് വന്നിട്ടുള്ളൂ. ഇപ്പൊ ആദ്യമായിട്ടാ. ഞങ്ങളിപ്പോ ഇവിടെ കുറെ പേരുണ്ട് താമസിക്കാൻ. ഞങ്ങള് 5-6 പേര് താമസിക്കുന്ന വീടാ. ഞങ്ങൾക്ക് നല്ല വീട് പോലും ഇല്ല. അങ്ങോട്ട് കയറി വന്നെങ്കിൽ എന്നാ ചെയ്യണ്ട, എങ്ങോട്ടാ പോകണ്ടെന്ന് പോലും അറിയത്തില്ല. ഇതിപ്പോ തൊട്ടടുത്താ വന്നേ. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാട്ടാനയെ കണ്ടെത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനായത്. കഴിഞ്ഞ ദിവസം കാഞ്ചിയാർ പേഴുങ്കണ്ടം മുനമ്പ് ഭാഗത്തും കാട്ടാനയെത്തി ജനവാസ മേഖലയിലെ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചിരുന്നു. അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൂട്ടിൽ കെട്ടിയിരുന്ന ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. മുരിക്കാശ്ശേരി തോട്ടപ്പള്ളി ജോർജിന്റെ ആടുകളെയാണ് കഴിഞ്ഞ രാത്രി അജ്ഞാത ജീവി കടിച്ചു കൊന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ ജീവനക്കാരും വെറ്ററിനറി ആശുപത്രി അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മുരിക്കാശ്ശേരി തോട്ടപ്പള്ളി ജോർജ് വീട്ടിൽ വളർത്തിയിരുന്ന 3 ആടുകളെയാണ് പുലർച്ചെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ജോർജ് കൂട്ടിലെത്തിയപ്പോഴാണ് ആടുകളെ അജ്ഞാത ജീവി ആക്രമിച്ച് കൊന്ന നിലയിൽ കണ്ടെത്തിയത്. ഒരു 3 മാസം മുമ്പ് ഇതുപോലെ ഒരു കുഞ്ഞിനെ അത് കഴുത്തിന്റെ അവിടെ തുറന്നിട്ട് ബ്ലഡ് കംപ്ലീറ്റ് ഊറ്റി കുടിക്കും. ഒരു ചോരയുടെ ഒരു പാട് പോലും കൂട്ടിക്കിടക്കും, കുത്തുന്നില്ല. അതൊരു 4 മാസം പ്രായമായിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പം വീണ്ടും ഇത് വന്നിരിക്കുന്നത്, ഈ 3 6 മാസം മുൻപും ഇത്തരത്തിൽ ഒരാടിനെ കൂട്ടിൽ നിന്നും അജ്ഞാത ജീവി കൊണ്ടുപോയിരുന്നു. സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അജ്ഞാത ജീവിയെപ്പറ്റി വ്യക്തമാവുകയുള്ളൂവെന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ R. രതീഷ് പറഞ്ഞു. ഇതിന് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി അക്ഷയയിൽ ചെന്ന് അപേക്ഷ കൊടുക്കാനുള്ള കാര്യം വേണ്ടവിധം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ വേണ്ട നടപടികൾ പാലിച്ചുകൊണ്ട് അത് ചെയ്ത് നഷ്ടപരിഹാരം കിട്ടുന്നതാണ്. ഇതൊരു അജ്ഞാത ജീവിയാണ്. നമ്മളതിൻ്റെ ഇതിൻ്റെ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അത് നമ്മളവിടെ കൊണ്ട് തേക്കടി കൊണ്ട് സയൻറ്റിഫിക്കിൻ്റെ അഭിപ്രായം ചേർന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നതാണ്. സമീപവാസിയായ തലച്ചുറ ബാലകൃഷ്ണന്റെ ഒരാടിനെയും കഴിഞ്ഞ ദിവസം രാത്രി അജ്ഞാത ജീവി ആക്രമിച്ചിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരും വാത്തിക്കുടി വെറ്റിനറി വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തി. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ റേഷൻ കട തകർന്നു. ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടിയിലെ റേഷൻ കടയാണ് കാട്ടുകൊമ്പൻ തകർത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കടയിലെത്തിയ കൊമ്പൻ റേഷൻ കടയുടെ മുൻവശം തകർത്ത് അരിയെടുക്കാൻ ശ്രമിച്ചത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ ബഹളം വെച്ചതിനെ തുടർന്ന് ചക്കക്കൊമ്പൻ പിന്തിരിഞ്ഞു. കാട്ടുകൊമ്പന്റെ ആക്രമണത്തിൽ കടയുടെ മുൻവശത്തെ ഭിത്തി തകർന്നു. ഈ സമയം റേഷൻ കടയ്ക്കുള്ളിലുണ്ടായിരുന്ന വനംവകുപ്പ് വാച്ചർ രാമരാജു പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ട്രൈബൽ ഫണ്ട് ചെലവഴിച്ചതിലെ ക്രമക്കേട് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കാൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന കമ്മിറ്റിയിലാണ് തീരുമാനം. ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട രോഗിക്കും കൂട്ടിരിക്കുന്നയാൾക്കും സർക്കാർ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണച്ചെലവ് വിനിയോഗിക്കുന്ന കാര്യത്തിലാണ് ക്രമക്കേട് നടന്നതായുള്ള ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട രോഗിക്കും കൂട്ടിരിക്കുന്നയാൾക്കും സർക്കാർ ഫണ്ടിൽ നിന്നാണ് ഭക്ഷണ ചെലവ് നൽകി വരുന്നത്. കാലങ്ങളായി ഇതാണ് രീതി. ഒരു ദിവസം 365 രൂപയാണ് ഇവർക്കായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഒരു പതിറ്റാണ്ടിൽ കൂടുതലായി ആഴ്ചയിൽ 3 ദിവസത്തിൽ കൂടുതൽ വിവിധ സന്നദ്ധ സംഘടനകളും പല ക്ലബ്ബുകളും എല്ലാ നേരവും ഭക്ഷണം നൽകുന്നുണ്ട്.
ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എല്ലാ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ ഭക്ഷണം സൗജന്യമായി ലഭിക്കും. ഇങ്ങനെ ഭക്ഷണം ലഭിക്കുന്ന ദിവസങ്ങളിലും ട്രൈബൽ രോഗികളുടെ ബില്ല് കൃത്യമായി മാറിയിട്ടുള്ളതായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടതായാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കമ്മിറ്റിയിൽ അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്തു. ട്രൈബൽ ഫണ്ട് തിരിമറി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്ന ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനം പാസാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന കമ്മിറ്റിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയ അമ്പാട്ട ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്തു. എല്ലാ അംഗങ്ങളും തീരുമാനത്തോട് യോജിക്കുകയും ചെയ്തു. 18-കാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി. വണ്ടിപ്പെരിയാർ കീരിക്കര സ്വദേശി അയ്യപ്പൻ എന്ന രമേശാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം പ്രദേശവാസിയായ 18-കാരി കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വരവേ പെൺകുട്ടിയെ ഇയാൾ ദേഹോപദ്രവം ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയ പെൺകുട്ടി വീട്ടുകാരെ വിവരമറിയിച്ചു. പിന്നീട് പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് വണ്ടിപ്പെരിയാർ പോലീസ് ഇയാളെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സുവർണകുമാർ, സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അയ്യപ്പൻകോവിൽ ചിറ്റലക്കാട്ട് പടിയിൽ ജലജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്ത ഭാഗങ്ങളിൽ മഴവെള്ളം കെട്ടിനിൽക്കുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. മഴവെള്ളം കെട്ടിനിന്ന് വലിയ രീതിയിലുള്ള ചെളി റോഡിൽ നിറഞ്ഞതിനാൽ വാഹന കാൽനട യാത്രയും പ്രതിസന്ധിയിലാണ്. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. ഒരാഴ്ച മുൻപാണ് പ്രദേശത്തെ മണ്ണുവഴിയിലൂടെ ജൽജീവൻ മിഷന്റെ പൈപ്പ് സ്ഥാപിക്കുന്നതിനായി കരാറുകാരൻ കുഴിയെടുത്തു പോയത്. എന്നാൽ അശാസ്ത്രീയമായ പൈപ്പിടിയിൽ നടത്തിയതിനാൽ റോഡിന്റെ 200 മീറ്ററിലധികം ഭാഗത്ത് മഴവെള്ളം കെട്ടിനിൽക്കുകയാണ്. പ്രദേശത്തെ 10ഓളം വീട്ടുകാർ ആശ്രയിക്കുന്ന റോഡ് ചെളിയും മണ്ണും നിറഞ്ഞതോടെ വാഹന കാൽനട യാത്രയും ദുഷ്കരമായി. എല്ലാ വണ്ടിയും പോയിക്കൊണ്ടിരുന്ന റോഡായിരുന്നു. അവര് മൊത്തം ഇത് വന്ന് കുത്തിയും പൊളിച്ചിട്ട് ഇപ്പം മനുഷ്യന് നടക്കത്തില്ല. അതുപോലെ തന്നെ ഈ റോഡ് കിടക്കുന്ന കണ്ടില്ല, ഒരു വണ്ടി പോലും പോകത്തില്ല. ഒരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ എങ്ങനെ കൊണ്ടുപോകും? അതുപോലെ ഇത് കുളമാക്കിയിട്ടൊക്കെ വഴിയ ഇതിന് ഒരു വെള്ളം കെട്ടി ഒരു രക്ഷയില്ല. വീട്ടോട്ടെല്ലാം ചെളിയും, അതൊരു നടക്കാൻ പോലും പറ്റുന്നില്ല ആൾക്കാർക്ക്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഇതിന്റെ മക്കൾ എന്നേലും ഇറക്കിയോ എന്നേലും ഒരു തീരുമാനം ഉണ്ടാക്കിയാലും ഞങ്ങൾ ഭയങ്കര പ്രക്ഷോഭത്തിലേക്ക് പോകും. റോഡിന്റെ നടുവിലൂടെ വലിയ താഴ്ചയിൽ കുഴിയെടുക്കുകയും പിന്നീട് ശരിയായ രീതിയിൽ മണ്ണ് ഉറപ്പിക്കുകയും ചെയ്തിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. മഴ പെയ്തതോടെ ഇവിടെ വലിയ രീതിയിൽ ചെളി നിറഞ്ഞിരിക്കുകയാണ്. നടന്നു പോകാൻ പോലും പറ്റിയല്ല. പിള്ളേരൊക്കെ ഇതിലാണ് തെന്നി വീഴുകയാണ്. രണ്ടാഴ്ചയായി മെമ്പർ ഇതൊന്ന് അന്വേഷിക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മെമ്പറിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണ് പറയുന്നത്. പൈപ്പ് ഇടാൻ അന്ന് ഞങ്ങൾ മീറ്റിംഗ് കൂടിയപ്പോൾ ഇവർ പറഞ്ഞതെന്നു വെച്ചാൽ സൈഡിൽ കൂടെ ഇടുന്നതെന്നാണ് പറഞ്ഞത്. ഇത്രയും താത്ത് കുഴിച്ച് ഇടുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. നാളുകൾക്ക് മുമ്പ് പ്രദേശത്ത് കോൺക്രീറ്റ് റോഡ് കുത്തിപ്പൊളിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് പണികൾ നിർത്തിവെച്ചിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ പൈപ്പിടുന്നതിനായി കുഴിയെടുക്കുകയും റോഡിൽ ചെളി നിറയുകയും ചെയ്തിട്ടുള്ളത്. അടിയന്തരമായ വിഷയത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ പുലർമഞ്ഞ് 2025 മലയോര ക്യാമ്പ് കുട്ടിക്കാനം മരിയൻ കോളേജിൽ ആരംഭിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പ് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. മലയോര ജനതയെ കയ്യേറ്റക്കാരാക്കുന്നത് കപട പരിസ്ഥിതിവാദികളാണെന്നും പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമയാണെന്നും വന്യമൃഗങ്ങൾ കാട്ടിലാണ് ജീവിക്കേണ്ടതെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. ലോകരാജ്യങ്ങൾ പോലും സജീവമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയ ആധികാരികമായ പഠനങ്ങളും ആശയങ്ങളും ദർശനങ്ങളും അതെല്ലാം ഒരു പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പറയുന്നത്. പാരിസ്ഥിതിക മാനസാന്തരത്തെ കുറിച്ച് പോലും അവിടെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ളതല്ല, മൃഗങ്ങളും ജന്തുജീവജാലങ്ങളും സകല ജീവവർഗവും ഒരുമിച്ച് ഈ ഭൂമുഖത്ത് ഒരുമിച്ച് ജീവിക്കേണ്ടതാണെന്നുള്ള സത്യത്തെ കുറിച്ച് ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? നമ്മളെല്ലാം ഒരുമിച്ച് വിശ്വസിക്കുന്ന കാര്യവും ഒരുമിച്ച് ആഗ്രഹിക്കുന്ന കാര്യവും ബൈബിളും വേദപുസ്തകങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെ കുറിച്ച് ആർക്കും ഒരു ആശങ്കയില്ല. നമ്മുടെ എല്ലാം ആഗ്രഹമാണ്, അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അവിടെയാണ് ഒരു കൂട്ടം കപട പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്ന ആളുകൾ അതിന് വിഘാതമായൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇത് മലയോര ജനതയെന്ന് പറയുന്നത്. KCYM സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണിമലയിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ഡയറക്ടർ ഫാദർ ഡിറ്റോ ആമുഖ പ്രഭാഷണം നടത്തി. കോഴിമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞിരപ്പള്ളി രൂപത ഡയറക്ടർ ഫാദർ ജോസ് നരിപ്പാറയിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൻ ജോസ്, കാഞ്ഞിരപ്പള്ളി രൂപത പ്രസിഡന്റ് അലൻ കല്ലൂരാത്ത്, സംസ്ഥാന കോർഡിനേറ്റർ ജിബി എലിയാസ്, സിസ്റ്റർ ഡോക്ടർ നോർബർട്ട എന്നിവർ സംസാരിച്ചു.
കേരളത്തിലെ 32 രൂപതകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 100ഓളം പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ദൈവവചനങ്ങളോടും വിശ്വാസത്തോടുമൊപ്പം പശ്ചിമഘട്ട സംരക്ഷണം, മലയോര തീരദേശ പ്രശ്നം, കാലാവസ്ഥാ വ്യതിയാനം പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നിങ്ങനെ സമൂഹത്തിനെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളും പരിഹാരമാർഗങ്ങളും ക്യാമ്പിൽ ചർച്ചയായി. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 54ാം സ്ഥാനം നേടിയ സോണറ്റ് ജോസിനെ പരിപാടിയിൽ അനുമോദിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപത ആതിഥേയത്വം വഹിക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. പ്രോജക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഇടുക്കി ഏരിയ ശില്പശാല നടന്നു. കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന ശില്പശാല യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി G. വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ശശി കന്യാലിൽ അധ്യക്ഷനായിരുന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി G. വിജയാനന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ സമയം സാർവദേശീയമായി അംഗീകരിക്കപ്പെട്ട തൊഴിൽ സമയമാണ് നമ്മുടെ രാജ്യത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് 8 മണിക്കൂർ. 8 മണിക്കൂർ തൊഴിൽ സമയം നിശ്ചയിച്ച് കിട്ടുന്നതിന് വേണ്ടി ലോകത്ത് വലിയ പോരാട്ടം നടന്നു. തൊഴിലാളികളുടെ പോരാട്ടം. 8 മണിക്കൂർ ജോലി നിശ്ചയിക്കപ്പെടുന്നതിന് മുമ്പ് തൊഴിൽ സമയം ഉണ്ടായിരുന്നില്ല. സമയം നിശ്ചയിക്കുന്ന തൊഴിലുടമയാണ്. അത് 14 മണിക്കൂറോ 16 മണിക്കൂറോ 18 മണിക്കൂറോ ഒക്കെ ആകും. ഉറങ്ങാൻ അനുവദിക്കത്തില്ല. മറ്റു കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു ദിവസത്തെ 24 മണിക്കൂറിനെ 3ആയി വിഭജിക്കണം. 8 മണിക്കൂർ ഞങ്ങൾ തൊഴിൽ ചെയ്യാം, 8 മണിക്കൂർ ഞങ്ങൾക്ക് ഉറങ്ങണം, 8 മണിക്കൂർ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണം. ഞങ്ങളും മനുഷ്യരാണ്, കുടുംബത്തോടൊപ്പം ജീവിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് 8 മണിക്കൂർ തൊഴിൽ സമയം 24 മണിക്കൂറിനെ 3ആയി വിഭജിച്ച് 8 മണിക്കൂർ തൊഴിൽ സമയമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് ലോകത്ത് വ്യാപകമായ സമരം, പോരാട്ടം ഇന്നത്തെ തൊഴിലാളി വർഗത്തിൻ്റെ മുൻഗാമികൾ നടത്തിയിട്ടുണ്ട്. ഏരിയ സെക്രട്ടറി K. സവാദ് മുഖ്യപ്രഭാഷണം നടത്തി. G. നാരായണൻ നായർ, ലിസി ജോസ്, CV വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ ചെണ്ട പരിശീലനം ഇരട്ടയാർ ശാന്തിഗ്രാമിൽ ആരംഭിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏവർക്കും സൗജന്യമായി കല പരിശീലിക്കാനുള്ള കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ പദ്ധതിയാണ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കഥകളി, നാടകം, ചെണ്ട, ചിത്രരചന, ഫോട്ടോഗ്രഫി എന്നിവയാണ് സൗജന്യമായി പരിശീലിപ്പിക്കുന്നത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തമായ ആളുകളുടെ വ്യത്യസ്തമായ കല അഭിരുചി വർദ്ധിപ്പിക്കുകയും ആ രംഗത്ത് നാടപ്പാട്ടടക്കമുള്ള കല അഭ്യസിപ്പിക്കുന്നതിനും കൂടുതൽ ആളുകളെ കലാകാരന്മാരാക്കി നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് അത് നമ്മുടെ രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പദ്ധതി മാറേണ്ടതുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വിജയ ലൈബ്രറി പ്രസിഡന്റുമായ ലാലച്ചൻ വെള്ളക്കട അധ്യക്ഷനായിരുന്നു. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക വകുപ്പ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ S. സൂര്യലാൽ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോസ് കറിയ കണ്ണമുണ്ടയിൽ, ക്ലബ് സെക്രട്ടറി AC. മാത്യു, ചെണ്ട അധ്യാപകൻ ബാബു മാത്യു, ഫെലോഷിപ്പ് ആർട്ടിസ്റ്റുകളായ അനന്തു എബി, അബിൻ ബിജു, പ്രോഗ്രാം കോർഡിനേറ്റർ PS. വിനോദ് എന്നിവർ സംസാരിച്ചു. DAWF കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടന്നു. നോട്ട്ബുക്ക്, കുട, ബാഗ് തുടങ്ങിയവയാണ് വിതരണം ചെയ്തത്. കാഴ്ചശക്തിയും സംസാരശേഷിയും ഇല്ലാത്തവരുടെ കൂട്ടായ്മയായ KTPNA അംഗങ്ങളുടെ കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. DAWF ജില്ലാ പ്രസിഡന്റ് SK ശിവൻകുട്ടി പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. ഇവരുടെ ഒരു കൂട്ടായ്മ, നമ്മുടെ DAWF നേതൃത്വം കൊടുക്കുന്ന സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്ത ആൾക്കാർക്കുള്ള ആ കൂട്ടായ്മ നടത്തുന്ന ഒരു സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു കൊടയുടെയും ബുക്കിൻ്റെയും ബാഗിൻ്റെയും വിതരണമാണ് നടക്കുന്നത്. അതിന് ഇതിൻ്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള വിവാഹിതരായ ആൾക്കാർ മാത്രമാണ് ഇവിടെ ഇപ്പോൾ പങ്കെടുത്തിട്ടുള്ളൂ. കാരണം കുട്ടികൾക്ക് 10ാം ക്ലാസ് മുതൽ താഴോട്ടുള്ള കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നത്. 10ാം ക്ലാസ് 9, 8, 7 അങ്ങനെ കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. ഇത് വെറും എല്ലാം നിർധനരായ ആൾക്കാരാണ്, ജോലിയില്ലാതെ പറമ്പിലൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. മാത്യു PO പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. DAWF ഏരിയ സെക്രട്ടറി CB സെബാസ്റ്റ്യൻ, ബൈജു PD, ബാസുൻ അഗസ്റ്റ്യൻ, കോർഡിനേറ്റർ രാജേഷ് KB തുടങ്ങിയവർ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്നവർക്കുമായി കരിയർ ഗൈഡൻസ് സെമിനാറും മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മാരക വിപത്തിനെതിരെ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. ഉപ്പുതോട് മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഉപ്പുതോട് ദേവാലയ വികാരി ഫാദർ തോമസ് നെച്ചിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. SSLC+2 പൂർത്തിയാക്കിയവർക്കും വിവിധ കോഴ്സുകൾ പാസ്സായവർക്കും പുതിയ തൊഴിൽ സംരംഭങ്ങൾ തേടുന്ന
യുവതി യുവാക്കൾക്കുമായാണ് ഉപ്പുതോട് മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത്. ഉപ്പുതോട് സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടന്ന പരിപാടി ഇടവക വികാരി ഫാദർ തോമസ് നെച്ചിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആദ്യം ഈ കോഴ്സുകളെ കുറിച്ചും ജോലി സാധ്യതകളെ കുറിച്ചും ഒക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അങ്ങനെ എടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ സമയം വെറുതെ പാഴായി പോകാനായിട്ട് സാധ്യതയാണ്. ഇപ്പോൾ നല്ല നല്ല കോഴ്സുകൾ എവിടെയാണ് നമ്മൾ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ എന്താണ് പഠിക്കേണ്ടത് എന്തൊക്കെയുള്ളതിനെ കുറിച്ച് അറിവുള്ള ആളുകൾ നമുക്കതെല്ലാം പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. സിവിൽ സർവീസ് പരിശീലകനും എഴുത്തുകാരനുമായ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം കരിയർ ഗൈഡൻസ് സെമിനാർ നയിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥരായ ഡിജോ ദാസ്, ബിനു എന്നിവർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ബേബി ചൂരക്കുഴി അധ്യക്ഷനായിരുന്നു. മഹാത്മാ SHG സെക്രട്ടറി വിജയൻ കല്ലുങ്കൽ, ജിമ്മി പള്ളിക്കുന്നേൽ, SNDP ശാഖാ പ്രസിഡന്റ് സീമോൻ വാസു, ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് സണ്ണി കുഴികണ്ടം, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡെയ്സി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാലവർഷത്തിന്റെ തുടക്കത്തിലും പ്രകൃതി ഭംഗിയാൽ ആകർഷണീയമായി മാറിയിരിക്കുകയാണ് ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ. അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ വേർതിരിക്കുന്ന പടുകയാണ് ഇത്തരത്തിൽ മനോഹരിയായി മാറിയിരിക്കുന്നത്. ഇക്കൊല്ലം ഒരൽപ്പം നേരത്തെയാണ് കാലവർഷം എത്തിയിരിക്കുന്നത്. മഴ ആരംഭിച്ചതോടെ വെള്ളിലാങ്കണ്ടം കിഴക്കേമാട്ടുകെട്ട പടുക ദൃശ്യവിരുന്നൊരുക്കുകയാണ്. വേനലിൽ വരണ്ട മേഖലയിൽ മഴ ലഭിച്ചതോടെ പുൽത്തകിടിയിൽ പുൽനാമ്പുകൾ മുളച്ചിരിക്കുന്നു. ഇതോടെ മേഖല പച്ചപ്പട്ട് വിരിച്ച കൂടുതൽ ഭംഗിയായി. ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശമാണ് ഇത്തരത്തിൽ സൗന്ദര്യം തൂക്കി നിൽക്കുന്നത്. വെള്ളിലാങ്കണ്ടം കിഴക്കേമാട്ടുകെട്ട റോഡിൽ യാത്ര ചെയ്താൽ പടുകയിലെത്താം. ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശമായ ഇവിടെ വേനൽക്കാലം ആകുന്നതോടെ വെള്ളം ഇറങ്ങിപ്പോകുകയും മൈതാനത്തിന് സമാനമായി മാറുകയും ചെയ്യും. തുടർന്ന് വേനൽ മഴയോടെയാണ് ഇവിടം കൂടുതൽ ഭംഗിയാകുന്നത്. നോക്കത്താ ദൂരം ചെറിയ മൊട്ടക്കുന്നുകളായി നിൽക്കുന്ന പച്ചപ്പുൽ മൈതാനവും അവയ്ക്കിടയിലൂടെ ചുറ്റിയൊഴുകുന്ന കൈത്തോടും പ്രകൃതിയുടെ ദൃശ്യവിരുന്നാണ് സമ്മാനിക്കുന്നത്. നിരവധി ആളുകളാണ് ഇവിടം ആസ്വദിക്കാൻ എത്തുന്നത്. കൂടാതെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിനും ആളുകൾ ഇവിടം തിരഞ്ഞെടുക്കാറുണ്ട്. നിരവധി സിനിമാ ചിത്രീകരണങ്ങൾക്കും ഇവിടം വേദിയായി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കടപുഴകി വീണ ഉണങ്ങിയ ഭീമൻ മരം മറ്റൊരു ഭംഗിയാണ് മേഖലയ്ക്ക് സമ്മാനിക്കുന്നത്. മഴ പെയ്തു മാറുന്നതോടെ മേഖലയിൽ ചെറിയ മൂടൽമഞ്ഞും അനുഭവപ്പെടും. അവയ്ക്കിടയിലൂടെ പുൽമേടുകളിൽ മേയുന്ന കാലികളും ഗ്രാമീണ അന്തരീക്ഷം സമ്മാനിക്കുന്നു. കാലവർഷം ശക്തമാകുന്നതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയും ഇവിടം വെള്ളത്തിലാണ്ടുപോവുകയും ചെയ്യും. ഈ സമയം ജലാശയത്തിന്റെ അധികമാരും കാണാത്ത മറ്റൊരു കാഴ്ചയാണ് ഇവിടെ ഒരുങ്ങുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സൗത്ത് ഇന്ത്യൻ കാർഡമം ഓൺലൈൻ ഓപ്ഷൻ ഏലക്കാലേല വിവരം. ആകലോട്ട് 131, വിൽപ്പനയ്ക്ക് വന്നത് 23,397, വിൽപ്പന നടന്നത് 21,964, കൂടിയ വില 2,620, ശരാശരി വില 2,188. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, ഏലം കൂടിയ വില 2,100, ഏലം ശരാശരി വില
1900, കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 780, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9808 രൂപ, വെള്ളി 110. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നേതാക്കൾ ജനങ്ങളെ കബളിപ്പിക്കുന്നു. കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്ന LDF സർക്കാരിന് ഇന്ന് കടം വാങ്ങാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയെന്നും വിമർശനം. BJP മെമ്പർഷിപ്പ് സ്വീകരിച്ചത് സ്ഥിരീകരിച്ച് മറിയക്കുട്ടി. BJPയിലേക്ക് വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. കുടുംബം ഒന്നായി BJPക്കൊപ്പം പ്രവർത്തിക്കും. കൂടുതൽ ആളുകളും ഒപ്പമുണ്ടാകുമെന്നും മറിയക്കുട്ടി. അതേസമയം മറിയക്കുട്ടിയെ പരിഹസിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ദേശീയപാത തകർന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. നല്ല പദ്ധതി വരുമ്പോൾ തങ്ങളുടേതാണെന്നും കുഴപ്പമുണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെതാണെന്നും പറയുന്നത് അവസരവാദം. എന്താണ് സംഭവിച്ചതെന്ന് ദേശീയപാത അധികൃതർ അന്വേഷിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ. ആദിവാസി മേഖലയായ കാഞ്ചിയാർ കോവിൽമല പാമ്പാടിക്കുഴിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപക കൃഷിനാശം വരുത്തി. കാട്ടാന നാശം വരുത്തിയത് മേഖലയിലെ 6ഓളം കുടുംബങ്ങളുടെ കൃഷിയിടങ്ങളിൽ. മുരിക്കാശ്ശേരിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൂട്ടിൽ കെട്ടിയിട്ടിരുന്ന ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടിയിൽ റേഷൻ കട തകർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.